ദൈവം ഐസയുടെ നാവിലും തൊട്ട് ജെറമിയയുടെ നാവിലും തൊട്ട്. പക്ഷെ ഉദ്ദേശം രണ്ട് തരത്തിലാണ് അവതരിപ്പിക്കുക എന്നുള്ള. ആ ഉദ്ദേശം എന്തായിരുന്നു? നമുക്ക് ആ ഉദ്ദേശത്തിനോട് നീതി പുലർത്താൻ കഴിഞ്ഞാൽ നമുക്ക് ഐസയെ പോലെ വിശുദ്ധീകരിക്കപ്പെടാൻ കഴിയുമെന്നുള്ള ഒരു സൂചന ബൈബിളിലുണ്ട്. ഏഷ്യ 6:5 ഞാൻ പറഞ്ഞു എനിക്ക് ദുരിതം. അവർ വലിയ മഹാകാഴ്ച കാണും, ദൈവം സ്വർഗത്തിൻ്റെ കാഴ്ച കാണും. അപ്പോൾ ഇയാളുടെ ഫസ്റ്റ് റെസ്പോൺസാണ് എന്താണ്? എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. ഞാൻ എന്താണ് ഈ കാണുന്നത്? ഇത് കാണാനുള്ള യോഗ്യത എനിക്കുണ്ടാ, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അതരങ്ങൾ ഏതൊന്നും കാണാനുള്ള യോഗ്യതയുള്ള ആളല്ല ഞാൻ അശുദ്ധമായ അതരങ്ങളാ, വാവിളിച്ച തോന്നിവാസം പറയാന്നേ പറയണേ. അശുദ്ധമായ അതരങ്ങളുള്ളവരുടെ മധ്യേ ഞാൻ കൂടെ കഴിയണവന്മാർക്ക് എല്ലാം ഒരു തരം തരികയുടെ പാർട്ടിയാണെന്നാ പറയണത്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എന്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സെറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് എടുത്ത ഒരു തീക്കനലുമായി എന്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എന്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് സ്പർശിച്ചു. ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിന്റെ മാലിന്യം നീക്കപ്പെട്ടു. നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് നമുക്ക് അനുതാപം ആത്മാർത്ഥമായിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ വിശുദ്ധീകരിക്കും. കുമ്പസാരത്തിലൂടെയാണ് കർത്താവ് അത് കൈമാറുന്നതിന് വേണ്ടിയുള്ള സംവിധാനം, അതിൻ്റെ മെക്കാനിസം ഉണ്ടാക്കിയിരിക്കുന്നത്. കാര്യം, കർത്താവ് കുറ്റം വിധിക്കാത്തവൻ ഭാഗ്യവാൻ.